മുൻ മന്ത്രി CN ബാലകൃഷ്ണന്റെ PA ലിജോ ജോസഫിനെതിരെ വിജിലൻസ് കേസെടുത്തു. അനധികൃത സ്വത്ത് സമ്പാദനത്തിനാണ് കേസ്. ലിജോ ജോസഫിന്റെ തൃശൂരിലെ വീട്ടിൽ വിജിലൻസ് പരിശോധന നടത്തി. CG ദിൽജിത്ത് ചേരുന്നുണ്ട് തൃശൂരിൽ നിന്നും വിവരങ്ങളുമായി. ദിൽജിത്ത്, വിശദാംശങ്ങൾ. സൗമ്യ, 1 കോടിയിലധികം രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്ന പരാതിയിലാണ് എറണാകുളം വിജിലൻസ് സ്പെഷ്യൽ സ്ക്വാഡ് തൃശൂരിലെ ലിജോ ജോസഫിന്റെ വീട്ടിൽ പരിശോധന നടത്തിയത്. മുൻ മന്ത്രി CN ബാലകൃഷ്ണന്റെ PA ആയിരുന്ന കാലയളവിലാണ് ഇദ്ദേഹം ഇത്തരത്തിൽ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചത്, വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചത് എന്നായിരുന്നു പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ പുലർച്ചെ 7 മണിയോട് കൂടി തന്നെ രഹസ്യമായി എത്തിയ സംഘം പരിശോധന നടത്തുകയായിരുന്നു. എന്നാൽ വീട്ടിൽ സൂക്ഷിച്ചിരുന്നതും അദ്ദേഹം വാങ്ങിക്കൂട്ടിയതുമായ വസ്തുവകകൾ ഇവയ്ക്കൊന്നും തന്നെ വ്യക്തമായ രേഖകൾ ഹാജരാക്കാൻ ലിജോയ്ക്ക് സാധിച്ചിട്ടില്ല എന്നാണ് വിജിലൻസ് നിഗമനത്തിലെത്തിയത്. അതുകൊണ്ട് തന്നെ 1 കോടിയിലധികം രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചതായുള്ള വിവരങ്ങൾ കണ്ടെത്തി വിജിലൻസ് ലിജോ ജോസഫിനെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. മുൻ മന്ത്രിമാരുടെ PA-മാർക്ക് എല്ലാം എതിരെ തന്നെ ഇത്തരത്തിൽ പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ആദ്യം ലഭിച്ച പരാതി വാസ്തവമാണ് എന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ മറ്റു മുൻ മന്ത്രിമാരുടെ PA-മാർക്ക് എതിരെയുള്ള അന്വേഷണം കൂടി വീണ്ടും അന്വേഷിക്കാനുള്ള നടപടിയിലേക്കാണ് വിജിലൻസ് നീങ്ങുന്നത്. ദിൽജിത്ത്, സ്വാഭാവികമായും അത്തരത്തിലാണ് എങ്കിൽ ഇത്തരം കാര്യങ്ങൾ അന്വേഷണങ്ങളൊക്കെ തന്നെ നീളുന്നത് അതത് മന്ത്രിമാർക്ക് എതിരെ കൂടിയല്ലേ, മുൻ മന്ത്രിമാർക്കെതിരെ കൂടിയല്ലേ? തീർച്ചയായും മന്ത്രിമാർക്കെതിരെ CN ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്കെതിരെ മുൻപ് വിജിലൻസ് കോടതിയിൽ അടക്കം വന്ന പരാതികൾ പിന്നീട് വിജിലൻസ് കൈമാറുകയും അതിൽ അന്വേഷണം നടന്നു വരികയുമാണ്. പ്രത്യേകിച്ച് കൺസ്യൂമർ ഫെഡ് അഴിമതി, സഹകരണ ബാങ്കുകളുടെ നിയമനം, മറ്റ് വിദേശ മദ്യ വിൽപ്പനശാലകളുടെ തിരിമറികൾ എന്നിവയിലെല്ലാം തന്നെ മന്ത്രി CN ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഇപ്പോൾ വിജിലൻസ് അന്വേഷണം നേരിട്ട് വരികയാണ്. ആ മന്ത്രിമാർ നടത്തിയ ഇടപാടുകൾ PA-മാർ മുഖേനയാണ് എന്നൊരു പരാതി കൂടി ലഭിച്ച സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്തിയത്. ആ പരിശോധനയിൽ ഇത്തരത്തിൽ PA-മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരത്തിൽ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു, വരവിൽ കുറഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന വിവരം പുറത്തു വരുന്നു. വരും ദിവസങ്ങളിൽ മറ്റ് മന്ത്രിമാരിലേക്കും അവരുടെ പേഴ്സണൽ സ്റ്റാഫുകളിലേക്കും ഉള്ള അന്വേഷണം ഉണ്ടാകുമെന്നാണ് വിജിലൻസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ദിൽജിത്താണ് വിവരങ്ങൾ നൽകിയത്. മുൻമന്ത്രി CN ബാലകൃഷ്ണന്റെ PA-യുടെ വീട്ടിൽ വിജിലൻസ് റെയ്ഡിൽ നിരവധി അനധികൃതമായി സൂക്ഷിച്ചിരുന്ന പണമടക്കം കണ്ടെടുത്തു. കോവളത്ത് അക്രമി സംഘം വീട്ടിൽ കയറി ഗൃഹനാഥനെ വെട്ടിക്കൊന്നു. കോവളം സ്വദേശി ദാസനാണ് കൊല്ലപ്പെട്ടത്. ഗുരുതര പരിക്കുകളോടെ ഭാര്യ ഷീജയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ജിതിൻ ചേർന്നുണ്ട് വിവരങ്ങളുമായി. ജിതിൻ, എങ്ങനെയായിരുന്നു സംഭവം? ഇന്ന് പുലർച്ചെയോടെയാണ് സംഭവം എന്നാണ് പോലീസ് പറയുന്നത്. കോവളം പൂങ്കുളം കോളിയൂർ സ്വദേശിയായ ദാസനാണ്, 45 വയസ്സുള്ള ദാസാണ് മരിച്ചത്. ഒപ്പം ദാസന്റെ ഭാര്യ ഷീജയ്ക്ക് ഗുരുതര പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. ഷീജ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. 3-അംഗ സംഘം ദാസന്റെ വീട് അതിക്രമിച്ചു കയറി ഇവരെ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഈ ആക്രമണത്തിലാണ് ദാസൻ മരിച്ചത് എന്നുമാണ് പോലീസ് നൽകുന്ന വിവരം. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ലഭ്യമല്ല. വീടിന്റെ വാതിൽ പുറത്തുനിന്നും ചവിട്ടി തുറന്നാണ് അക്രമികൾ അകത്ത് കയറിയത് എന്നാണ് നിലവിലുള്ള പോലീസിന്റെ നിഗമനം. ഇവർക്ക് 2 മക്കളുണ്ട്. ഇതിലൊരാൾ രാവിലെ എണീറ്റ് വന്നപ്പോഴാണ് അച്ഛനും അമ്മയും രക്തത്തിൽ കുളിച്ച് വീടിൽ കിടക്കുന്നത് കണ്ടത്. അങ്ങനെയാണ് സംഭവം പുറം ലോകം അറിഞ്ഞത്. എന്തായാലും ഇരുവരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് ദാസൻ മരിച്ചത്. ഷീജ ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ കഴിയുകയാണ്. ദക്ഷിണ മേഖല ADGP B സന്ധ്യയും ഒപ്പം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാറും അടക്കമുള്ളവർ സ്ഥലത്തെത്തി ഇപ്പോൾ ഇൻക്വസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അക്രമം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും കൂടുതൽ സ്ഥിരീകരണങ്ങളും ലഭിക്കേണ്ടതുണ്ട്. നിലവിൽ പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് 3-അംഗ സംഘമാണ് ഇവരെ ആക്രമിച്ചത് എന്നാണ് പറയാനാവുക. സൗമ്യ, ജിതിനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ആനയറ മാർക്കറ്റിൽ കൃഷിമന്ത്രി VS സുനിൽകുമാർ മിന്നൽ പരിശോധന നടത്തി. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറികൾ നാടൻ എന്ന പേരിൽ വിറ്റഴിക്കുന്നതായും അമിതമായ വില ഈടാക്കുന്നതായും മന്ത്രി കണ്ടെത്തി. ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ജിതിൻ ചന്ദ്രൻ ഇതിന്റെ വിശദാംശങ്ങൾ നൽകുന്നതാണ്. ജിതിൻ, വ്യാപകമായി ഇത്തരത്തിൽ മിന്നൽ പരിശോധനകൾ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടോ? ഇന്നിപ്പോൾ ആനയറ മാർക്കറ്റിൽ നിന്നും ഉള്ള മിന്നൽ പരിശോധനയിൽ വ്യക്തമായ കാര്യങ്ങൾ.
സൗമ്യ, തിരുവനന്തപുരം ആനയറ വേൾഡ് മാർക്കറ്റിൽ നിലവാരമില്ലാത്ത പച്ചക്കറി വിൽക്കുന്നു എന്ന പരാതിയെ തുടർന്നാണ് കൃഷിമന്ത്രി വി എസ് സുനിൽകുമാറും ഒപ്പം തന്നെ ഭക്ഷ്യസുരക്ഷ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും അവിടെ പരിശോധന നടത്തിയത്. ഈ പരിശോധനയിൽ വ്യാപകമായ തട്ടിപ്പാണ് കണ്ടെത്തിയത്. നിലവാരം കുറഞ്ഞ പച്ചക്കറി വ്യാപകമായി ഈ മാർക്കറ്റിൽ വിറ്റഴിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കേരളത്തിൽ സുലഭമായ പല പച്ചക്കറികളും തമിഴ്നാട്ടിൽ നിന്ന് എത്തിച്ച് വിൽക്കുന്നുണ്ട്. ഈ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പച്ചക്കറികൾ തന്നെ നാടൻ ജൈവ പച്ചക്കറികൾ എന്ന പേരിലാണ് ഈ മാർക്കറ്റിൽ വിറ്റഴിക്കുന്നത്. ഒപ്പം തന്നെ മാർക്കറ്റിലെ രജിസ്റ്ററിലും വ്യാപകമായ കൃത്രിമം കണ്ടെത്തിയിട്ടുണ്ട്. ഏജന്റുമാർ വലിയ തോതിൽ ഇവിടെ അഴിമതി നടത്തുന്നു എന്നാണ് പരിശോധനയ്ക്ക് ശേഷം മന്ത്രി വി എസ് സുനിൽകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തായാലും ഇത്തരത്തിൽ കൃത്രിമം കാണിക്കുന്നതിനും അനധികൃത നടപടികൾക്കും കൂട്ടുനിന്നവർക്കെതിരെ കർശനമായ നടപടികൾ ഉണ്ടാകുമെന്നും കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ ഉറപ്പു നൽകുകയുണ്ടായി. ജിതൻ ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. മണ്ണാർക്കാട് വീട്ടമ്മ കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ചു. മണ്ണാർക്കാട് സ്വദേശി ശോഭനയാണ് മരിച്ചത്. ലതീഷ് ചേർന്നുണ്ട് വിവരങ്ങളുമായി. ലതീഷ്, വിശദാംശങ്ങൾ. സൗമ്യ, പാലക്കാട് മണ്ണാർക്കാട് ആനമൂളിയിലാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. വീട്ടമ്മയാണ് മരിച്ചത്. ശോഭന, തലച്ചിറ വീട്ടിൽ ശോഭന, 55 വയസ്സുള്ള ശോഭനയാണ് കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ചിരിക്കുന്നത്. പുലർച്ചെ 5:30 സമീപത്തെ ആദിവാസി കോളനിയിലേക്ക് പോകുമ്പടിയാണ് ആനയുടെ ആക്രമണം ഉണ്ടായത്. ആനകളെ തുരത്താൻ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാർ അട്ടപ്പാടി മണ്ണാർക്കാട് റോഡ് ഉപരോധിക്കുകയും ചെയ്തു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. ഇതിനുശേഷം മൃതദേഹം മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റും. സൗമ്യ, ലതീഷാണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിലെ സംഘടനാ വിഷയങ്ങൾ ചർച്ച ചെയ്യാനായി കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി വിളിച്ചു ചേർത്ത കേരള നേതാക്കളുടെ യോഗം അല്പസമയത്തിനകം. KPCC അധ്യക്ഷ സ്ഥാനത്തു നിന്നും VM സുധീറിനെ മാറ്റണമെന്ന നിലപാട് AI ഗ്രൂപ്പുകൾ ആവർത്തിക്കും. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുണ്ടായ വിവാദങ്ങളാണ് തോൽവിക്ക് കാരണം എന്ന നിലപാടായിരിക്കും സുധീരൻ സ്വീകരിക്കുന്നത്. മനു ശങ്കർ ചേർന്നുണ്ട് വിവരങ്ങളുമായി. മനു, നേതാക്കൾ മാറി മാറി ദില്ലിയിലെത്തി ചർച്ചകളൊക്കെ നടത്തിയതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ മീറ്റിംഗ് നടക്കാനിരിക്കുന്നത്. ഇപ്പോഴത്തെ സൂചനകൾ എങ്ങനെയാണ്? സൗമ്യ, കേരളത്തിൽ നിന്നടക്കം 66ഓളം നേതാക്കളാണ്, കോൺഗ്രസ് നേതാക്കളാണ് ഇപ്പോൾ ദില്ലിയിലുള്ളത്. നിലവിൽ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പശ്ചാത്തലത്തിൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിലയിരുത്തലുകളും ഒപ്പം ഓരോ നേതാക്കളുടെയും അഭിപ്രായങ്ങളും മറ്റും ആരായുന്നതിനായാണ് ഈ 66 നേതാക്കളെയും ദില്ലിയിലേക്ക് കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി വിളിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 10:30 കൂടി തന്നെ കൂടിക്കാഴ്ച തുടങ്ങും എന്നായിരുന്നു ഇന്നലെയൊക്കെ അറിയിച്ചിരുന്നത്. എന്നാൽ ഇന്ന് റംസാൻ ദിനത്തോടനുബന്ധിച്ച് ചില ചടങ്ങുകളിൽ പങ്കെടുക്കാനുള്ളതിനോട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടുകൂടി കൂടിക്കാഴ്ച മാറ്റിയിട്ടുണ്ട്. നിലവിൽ വിവിധ KPCC തലങ്ങളിലെ പ്രതിനിധികളൊപ്പം ഈ തെരഞ്ഞെടുപ്പിലടക്കം തോൽവി ഏറ്റുവാങ്ങിയവർ, ഒപ്പം വിവിധ തലങ്ങളിലെ സംഘടനാ പ്രതിനിധികൾ എന്നിവരെല്ലാമാണ് ഈ ചർച്ചയ്ക്കായി എത്തിയിട്ടുള്ളത്. നിലവിൽ VM സുധീരനും ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവരെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ചർച്ചയ്ക്ക് വിളിപ്പിച്ചിരുന്നു. ഇതിൽ തന്നെ രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി എന്നിവർ VM സുധീറിനെതിരെ പരോക്ഷ വിമർശനവുമായി ഹൈക്കമാൻഡ് മുമ്പാകെ പരസ്യമായി തന്നെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. നിലവിൽ KPCC നേതൃത്വത്തിന് തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിലൊക്കെ വലിയ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അതിനാൽ KPCC നേതൃമാറ്റം തന്നെ അനിവാര്യമാണെന്നൊരു നിലപാട് ഇവർ ഹൈക്കമാൻഡ് തന്നെ മുമ്പാകെ തന്നെ ആവർത്തിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ VM സുധീരൻ സ്വീകരിച്ചിരുന്ന നിലപാട് നിലവിൽ അവസാന സമയത്ത് സർക്കാർ കൈക്കൊണ്ട ചില വിവാദ തീരുമാനങ്ങളും മറ്റുമാണ് ഇത്തരത്തിൽ കനത്ത തോൽവിയിലേക്ക് നയിച്ചത് എന്നൊരു നിലപാടായിരുന്നു VM സുധീരനും സ്വീകരിച്ചിരുന്നു. മാത്രമല്ല, അഴിമതി വിധേയരായവരെ മാറ്റി നിർത്തണമെന്ന തൻ്റെ നിലപാട് ധിക്കരിച്ചതിൻ്റെ മറ്റൊരു പരിണിത ഫലമാണ് തെരഞ്ഞെടുപ്പ് തോൽവിയെന്നും VM സുധീരൻ നിലപാട് സ്വീകരിച്ചിരുന്നു. അതിനാൽ തന്നെ AI ഗ്രൂപ്പ് നേതാക്കൾ ഇന്നും പരോക്ഷമായി തന്നെ VM സുധീരനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചേക്കുമെന്നാണ് അറിയുന്നത്. യുവ നേതൃത്വം തന്നെ ഹൈക്കമാൻഡ് മുമ്പാകെ നിലവിൽ ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തവരുമായി ഒരു ചർച്ച നടത്തിയതുകൊണ്ട് പ്രയോജനമില്ല, പകരം നേതൃമാറ്റം അടിമുടി വേണം എന്നൊരു ആവശ്യം തന്നെ ഹൈക്കമാൻഡ് മുമ്പാകെ ആവർത്തിച്ചേക്കുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. എന്തായാലും AI ഗ്രൂപ്പുകൾ VM സുധീരനെതിരെ പടപ്പുറപ്പാട് തുടങ്ങിക്കഴിഞ്ഞു എന്ന് വ്യക്തമാണ്. ഇന്നും ഈ നിലപാട് ഇവർ ഹൈക്കമാൻഡ് മുമ്പാകെ ആവർത്തിച്ചേക്കും. 2 മണിയോടുകൂടി തന്നെ കൂടിക്കാഴ്ച തുടങ്ങും. നിലവിൽ സംസ്ഥാനത്തിന് ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്, സെക്രട്ടറി ദീപക് ബാബറെ, ഒപ്പം പ്രവർത്തക സമിതി അംഗം AK ആന്റണി എന്നിവരും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോഴൊരു ഉടനടി ഒരു നേതൃമാറ്റം വേണ്ട എന്നൊരു നിലപാടാണ് ഹൈക്കമാൻഡ് തുടരുന്നത്. നിലവിൽ ഈ നേതാക്കളുടെ അഭിപ്രായം സ്വീകരിച്ച ശേഷം ഇനി എന്ത് നിലപാട് ഹൈക്കമാൻഡ് കൈക്കൊള്ളുമെന്നതാകും ശ്രദ്ധേയം. സൗമ്യ, മനു ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. കർണാടകയിലെ ഗുൽബർഗയിൽ റാഗിങ്ങിനിരയായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന അശ്വതിയെ ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചർ സന്ദർശിക്കും. തുടർന്ന് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം വിലയിരുത്തുന്നതിനായി ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേരും. കുതിരവട്ടത്തെ മാനസികാരോഗ്യ കേന്ദ്രവും മന്ത്രി സന്ദർശിക്കും.
LDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ അവതരിപ്പിക്കും. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ജനക്ഷേമകരമായ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നതായിരിക്കും ബജറ്റ്. നികുതി നിരക്കുകൾ കൂട്ടാതെ വരുമാനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന ബജറ്റായിരിക്കും ധനമന്ത്രി തോമസ് ഐസക് അവതരിപ്പിക്കുക. LDF സർക്കാരിന്റെ വികസന നയത്തിലൂന്നി അടിസ്ഥാന സൗകര്യ രംഗത്തിന്റെ വികസനത്തിന് പ്രത്യേക പരിഗണന നൽകിയായിരിക്കും ധനമന്ത്രി TM തോമസ് ഐസക് പുതിയ ബജറ്റ് അവതരിപ്പിക്കുക. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെങ്കിലും ഒട്ടേറെ ജനക്ഷേമകരമായ പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിക്കും. അതേസമയം സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനായി സാധാരണക്കാരിൽ നികുതി ഭാരം അടിച്ചേൽപ്പിക്കില്ല. നികുതി നിരക്ക് കൂട്ടാതെ നികുതി പിരിവ് ഊർജിതമാക്കി വരുമാനം വർദ്ധിപ്പിക്കാനാകും ബജറ്റിലൂടെ ലക്ഷ്യമിടുക. നികുതി നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, മറിച്ച് ആ നികുതി പിരിക്കുക എന്നുള്ളത്. ജനങ്ങൾ നികുതി കൊടുക്കുന്നുണ്ട്, ഏത് സാധനം മേടിക്കുമ്പോഴും നികുതി കൊടുത്താൽ അടക്കമുള്ള വിലക്കാൻ മേടിക്കണം. പക്ഷേ അത് സർക്കാരിലേക്ക് വരണില്ല. സർക്കാരിലേക്ക് വരാതിരിക്കാൻ കാരണം അഴിമതിയാണ്. സംസ്ഥാനത്തേക്ക് 50,000 കോടിയിലധികം രൂപയുടെ നിക്ഷേപം കൊണ്ടുവരാനുള്ള പദ്ധതികളും ബജറ്റിൽ ഇടം പിടിക്കും. കാർഷിക മേഖലയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകുന്ന ബജറ്റിൽ മറ്റു മേഖലകൾക്കും അർഹിക്കുന്ന പ്രാധാന്യം ലഭിക്കും. വിഴിഞ്ഞം ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ നടന്ന ബജറ്റ് എഴുത്ത് കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. സംസ്ഥാനത്തെ 67ാമത്തെയും തോമസ് ഐസക്കിന്റെ 7ാമത്തെയും ബജറ്റാണ് നാളെ നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. LDF സർക്കാരിന്റെ ആദ്യ ബജറ്റിനെ കാർഷിക മേഖല വലിയ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. നെല്ല് സംഭരണത്തിലെ കുടിശ്ശിക നൽകുന്നതിനും കൃഷി വ്യാപകമാക്കുന്നതിനും റബ്ബർ കർഷകരുടെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനും ബജറ്റിൽ പ്രത്യേക പാക്കേജുകൾ ഉണ്ടാകുമെന്ന് കർഷകർ പ്രതീക്ഷിക്കുന്നു. LDF സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റിൽ കാർഷിക മേഖലയ്ക്ക് ഉണർവേകുന്ന ഒട്ടേറെ പദ്ധതികൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് കർഷകർക്കുള്ളത്. കാരണം കാർഷിക മേഖല തകർച്ചയുടെ വക്കിലേക്ക് പോകുന്നു എന്നുള്ളത് ആശങ്കയോടെയാണ് കേരളത്തിലെ കർഷകർ കാണുന്നത്. ജൈവ കൃഷി, വീടുകളിലെ കൃഷി തുടങ്ങിയവ കൂടുതൽ തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് പ്രത്യേക തുക ബഡ്ജറ്റിലുണ്ടാകണം. കേര കർഷകരുടെ പ്രശ്നത്തിന് പരിഹാരം കാണണം. കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംഭരണം, വിപണനം എന്നിവയ്ക്കും ബജറ്റിൽ മുന്തിയ പരിഗണന നൽകണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. സംഘമൈത്രി ചെയർമാൻ R. ബാലചന്ദ്രൻ നായർ. കർഷകന് അവൻ്റെ വിളവിന് സൗജന്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തണം. കർഷകന് പലിശരഹിത വായ്പ കൊടുക്കണം. കൃഷിക്കാരന് പലിശ അടയ്ക്കുന്നതിൻ്റെ തോത് ദീർഘനാള വായ്പകളായിട്ട് മാറ്റണം. ഉൽപ്പാദിപ്പിക്കുന്ന സംഭരിച്ച് ന്യായമായ വില കൊടുത്താൽ കാർഷിക മേഖലയിൽ വലിയ പുരോഗതി ഉണ്ടാകും. മുൻ സർക്കാർ പൂർണ്ണ പരാജയമാക്കി മാറ്റിയ നെൽ സംഭരണത്തിൽ പുതിയൊരു പദ്ധതിക്കായി നെൽകർഷകർ കാത്തിരിക്കുന്നുണ്ട്. നെൽ സംഭരണത്തിലെ കുടിശ്ശിക വിതരണം, റബ്ബർ മേഖലയിലെ പ്രതിസന്ധി എന്നിവയ്ക്കും പുതിയ സർക്കാരിൻ്റെ ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നും കർഷകർ പ്രതീക്ഷിക്കുന്നു. ഏലം, ഇഞ്ചി, കുരുമുളക്, കാപ്പി, തേയില തുടങ്ങിയ കർഷകരുടെ പ്രശ്നങ്ങളിലും കോടികൾ മാറ്റിവെച്ചേക്കുമെന്നും കർഷകർ കണക്കുകൂട്ടുന്നു. ഏതായാലും ഇക്കുറി അത്തരത്തിൽ നല്ല പദ്ധതികൾ കാർഷിക മേഖലയ്ക്ക് ഈ ബഡ്ജറ്റിൽ ഊന്നൽ നൽകും എന്ന് പ്രതീക്ഷിക്കുന്നു. ക്യാമറമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം സുനിൽ അരിമാനു. പേർക്ക് ജീവൻ പകുത്തു നൽകി ജ്വലിക്കുന്ന ഓർമ്മയായി റൈസൺ. പക്ഷേ മകന്റെ വേർപാടിൽ ആശ്രയം അറ്റ് ദുരിതക്കയത്തിലായ ഒരു കുടുംബമുണ്ട്. ആലുവ പൊതുവാൾശ്ശേരിയിൽ രേഖകളില്ലാത്ത 4 സെന്റിൽ വലിച്ചുകെട്ടിയ ടാർപോളിന് കീഴെ ഇടിഞ്ഞു വീഴാറായ വീട്ടിൽ കണ്ണീരൊഴുക്കി കഴിയുകയാണ് റൈസന്റെ മാതാപിതാക്കൾ. കഴിഞ്ഞ മെയ് 23 രാത്രി ആലുവ പൊതുവാൾശ്ശേരി സ്വദേശിയായ 24 വയസ്സുകാരൻ റൈസണ് ബൈക്ക് അപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ചു. റൈസന്റെ 2 കൈകളും വൃക്കകളും കരളും കണ്ണുകളും 6 പേർക്കാണ് ജീവൻ നൽകിയത്. മകന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ സമ്മതം മൂളിയ മാതാപിതാക്കളുടെയും കുടുംബത്തിന്റെയും ഏക ആശ്രയമായിരുന്നു വെൽഡിംഗ് തൊഴിലാളിയായ റൈസൺ. ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാറായ വീട്ടിലാണ് റൈസന്റെ അമ്മ ഷാലിയും അച്ഛൻ സണ്ണിയും സഹോദരി റെയ്മോളും 2 മക്കളും അന്തിയുറങ്ങുന്നത്. മൺകട്ട കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ചുവരുകൾ കാലപ്പഴക്കം കൊണ്ട് വിണ്ട് കീറി ഇളകി മാറിയിരിക്കുന്നു. മഴ പെയ്തവിടെയൊക്കെ ചോരുടെയൊക്കെ തുണികളും സാരികളും എന്തെങ്കിലുമൊക്കെ ഇട്ട് നേരം വെളുപ്പിക്കും. പാത്രങ്ങളൊക്കെ വെച്ച് ഓരോ കാറ്റ് വരുമ്പോഴൊക്കെ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് നമുക്ക് വിളിക്കും. ചേച്ചി എന്തായിരുന്നു നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല ആടിയെന്ന് പറയും. നെഞ്ചു പൊട്ടുമ്പോഴും അരവയർ വലിച്ചു കെട്ടുമ്പോഴും ഈ അമ്മയുടെ ആഗ്രഹവും ആശ്വാസവും ഇത്രമാത്രം. അവൻ 2 വർഷത്തോളമായി എന്ന് പറഞ്ഞാൽ കയ്യില്ലാണ്ട് ഇങ്ങനെ കാത്തിരിക്കണം. അവന് ഞങ്ങൾക്കത് കാണാനല്ല വന്നത്, വരുമെന്ന് വിചാരിച്ചിരിക്കണത്. വന്നാൽ ഇപ്പം സന്തോഷമായി മകനെ കാണാറ്. ഞങ്ങളുടെ മകൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ എവിടെയെങ്കിലും. വീടിരിക്കുന്ന 4 സെന്റ് വസ്തുവിന് രേഖകളില്ലാത്തതിനാൽ തന്നെ സർക്കാരിന്റെയോ പഞ്ചായത്തിന്റെയോ ഭവന പദ്ധതികൾ ഇവർക്ക് പ്രയോജനം ചെയ്യില്ല. ഒന്നുറങ്ങാൻ സർക്കാർ ഇടപെടലും ഒപ്പം സുമനസ്സുകളുടെ സഹായവും ഇവർക്ക് അത്യാവശ്യമാണ്. ചോർന്നൊലിക്കാത്ത അടച്ചുറപ്പുള്ള വീട്ടിൽ അമ്മയെയും അപ്പനെയും താമസിപ്പിക്കണമെന്നായിരുന്നു റൈസൺ സ്വപ്നം കണ്ടിരുന്നത്. 6 പേർക്ക് പുതുജീവൻ നൽകി റൈസൺ ഇന്നും ജീവിക്കുന്നു. പക്ഷേ റൈസന്റെ സ്വപ്നങ്ങൾ
ഈ കുരയ്ക്ക് കീഴിൽ മഴ ഇപ്പോഴും നനയുകയാണ്. ക്യാമറാമാൻ മുഹമ്മദ് ഇർഫാനൊപ്പം അലക്സ് റാം മുഹമ്മദ്, കൊച്ചി.